കുമാരേട്ടാ, അപ്പോന് നേരെ നീർദോഷമുണ്ട്. സന്ധ്യക്ക് ഹോമിയോ മരുന്ന് കൊടുക്കണം. പാവം, അതിന് നല്ല വിഷമമുണ്ട്. പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ. നീ ആരായി എന്നോട് നിൽക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാടി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. അത്രക്കായല്ലേ? ഇയാളെന്താ ഈ കാണിക്കണേ? എന്താ നോക്കണേ? ഇവിടെ ഇരിക്കണോ? അവർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. അവരുടെ ആശീർക്കാരെ അവർക്കറിയാം. എടോ, താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇറങ്ങടാ. ഇറങ്ങാനാ? എങ്ങോട്ട് ഇറങ്ങാൻ? അങ്ങോട്ട് ഇറങ്ങടാ. താൻ എന്താണ് ഈ കാണിച്ചത്? ചോദിക്കാൻ നമ്മളാരാണാവോ? ഞാൻ അവന്റെ കൂട്ടുകാരനാ. എന്നാ നീയും കൂടെ ചെല്ലടാ. നീ ആരെങ്കിലും ഉണ്ടോടാ അവന്റെ കൂട്ടുകാര്? നീ കൂട്ടുകാരനടാ. ഏയ്, ഞാനവനെ അറിയൂല. കൂട്ടുകാര് പാട്ടൊക്കെ പാടി താളത്തിൽ തുഴഞ്ഞിങ്ങ പോര്. വണ്ടി പോട്ടെ. എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്ത വെള്ളത്തിലെറിഞ്ഞാണ്. ആരാണാ പറ്റി? ആ ഇന്ദുവിന്റെ മറ്റവൻ. ഫ്രാങ്കിനവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പ് ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മൾ ആരാ മോൻ? കാരണം അങ്ങോട്ടല്ല ഫ്രാങ്കെ, അവനക്കറിയാ. അങ്ങാട്ടി ചെന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുവിൽ പോയി രസപ്പെടാ. അതെ, അന്നൊരു അബദ്ധം പറ്റിയതാ. മനഃപൂർവ്വം ചെയ്തല്ലേ കേട്ടോ. എന്തായാലും നന്നായി. ഉണ്ടായിരുന്ന ഒരു ജോലി പോയി കിട്ടി. നാട്ടുകാർക്ക് നോക്കി ചിരിക്കാനുള്ള ഒരു കാഴ്ച വസ്തുവായി. കൂടുതൽ ചിരിപ്പിക്കാൻ താനിങ്ങനെ ഒപ്പം നടക്കുന്നുണ്ടല്ലോ. അല്ല, അതും മനഃപൂർവ്വം ചെയ്തല്ല, ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ ഈ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നടന്ന പിന്നെ അവർക്ക് ആവേശം കൂടും. നല്ല നമ്ര ശിരസ്കായി തല ഉയർത്തിപ്പിടിച്ച് നടക്കും. ഇതെവിടെ പോയിട്ട് വരുന്ന രണ്ടാളും? പുതിയ വിരുന്നിന് പോയിട്ട് വരികയായിരിക്കും. അതോ നീ ആരായി എന്നോട് നിൽക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാടി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. അത്രക്കായല്ലേ?